അത് പറഞ്ഞു. എൻ്റെ പേര് അമീൻ. ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റാണ്. ഹീസ് ആൻ ആക്ടർ. സീരിയൽ ടിവിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ. പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് ജോയിൻ ചെയ്തത്. പിന്നെ യൂത്തിൽ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യ കോമഡിയിൽ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥലം നാട് എടപ്പാളാണ്. ബൈ പ്രൊഫഷൻ ഈസ് എൻ എഞ്ചിനീയർ, MBA ഗ്രാജുവേറ്റ്. പിന്നെ സ്ഥലം എടപ്പാളാണ്, മലപ്പുറം എടപ്പാളാണ്. എടപ്പാൾ പെരുമ്പറമ്പ് എന്ന് പറയും. എടപ്പാൾ പറഞ്ഞ അതെ. അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞ എന്താണ് എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ്? അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് അല്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും ഊഹിക്കുമല്ലേ. ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്ന് വയ്ക്കുകയാണ്. മാരേജ് ആകുമ്പോൾ ഊഹിക്കും എന്നുള്ളതുകൊണ്ട് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ലേ? ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല അവനോടോ? അല്ല, ആരോടും വന്നിട്ടുണ്ട്. ഭയങ്കര സീരിയസ് അല്ലേ? അല്ല, ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നോ? ഇല്ല. വേറെ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ കാരണം? ലവ് മാരേജ് അല്ല. എല്ലാവരും വലിയ സന്തോഷം. എല്ലാം നന്നായിട്ട് നടക്കും. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും വന്നതിൽ ഭയങ്കര ഫാമിലി. ആക്ച്വലി ആതിര, ഞങ്ങളുടെ രണ്ടാളും മ്യൂച്വൽ ഫ്രണ്ടായ ആതിരയുണ്ട്. ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചത്. പിന്നെയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു പോകുന്നത്. നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി എത്ര സമയം എടുത്തു? അറേഞ്ച് മാരേജ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ? അറിയണമെങ്കിൽ സമയത്ത് വരെ മനസ്സിലാക്കേണ്ടല്ലേ. ഇനിയാണ് നമ്മൾ അറിയാൻ ഇത് പറയാം. ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ്. നമുക്കിനി അമീൻ്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അമീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും. കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട്. പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമീൻ്റെ ബ്രദറും ഫാമിലി കാനഡയിലാണ്. അവർ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എടുക്കുന്നത്. നമ്മളിത് എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിക്കാഹ് ചെയ്ത് ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ. കോസ്റ്റ്യൂം അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ആല ബുട്ടിക്കാണ്. സുരുമി ഡിസൈനർ സുരുമിയുടെ ആല ബുട്ടിക്കാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഷിവാസ് മേക്ക് ഓവറാണ്. പിന്നെന്താ മെഹന്തി ചെയ്തിട്ടുള്ളത് ഇഷ്ക് മെഹന്തിയാണ്. ഇവൻ്റ് ചെയ്തിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് ഇവൻസാണ്. ഇതൊക്കെയാണ് വിശേഷം. തീർച്ചയായിട്ടും ഇപ്പോൾ അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. നല്ല അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ കുറച്ച് കുറേ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. നന്നായിട്ട് പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കും ടീമിൻ്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണം. എല്ലാവരും വന്നിരുന്നോ സ്റ്റാർ മാജിക്കിൽ? സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. സോ അതിന് നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടിയൊരു സ്പെഷ്യൽ ഒരു ഫംഗ്ഷൻ നമ്മൾ കർണാടകയിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോബിച്ചേട്ടൻ, ജസീല, അനുമോള്, മൃദുല വന്നിട്ടുണ്ടായിരുന്നു. ശ്രീവിദ്യ, രാഹുൽ, തങ്കച്ചൻ ചേട്ടൻ, അഖിലേട്ടൻ. ഷീസ് ആക്ച്വലി അബ്രോഡാണ്. അതിനുള്ള സമയം ആരും വരുന്നേ ഉള്ളൂ. പിന്നെ പറയാം. പിള്ളേർ